NS മാധവന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, തിരുത്ത്. ആ കഥ ബാബറി മസ്ജിദ് വീഴുന്ന സമയത്ത് ബാബറി മസ്ജിദ് വീണു എന്നെഴുതാത്ത ഒരു പത്രാധിപരുടെ അയാള് വിവാദ മന്ദിരം തകർത്തു എന്നൊക്കെ എഴുതുന്നതിന് പകരം ബാബറി മസ്ജിദ് തകർത്തു എന്ന് തന്നെ എഴുതിയിരുന്നു. അതാണ് തിരുത്ത്. ഹിന്ദുസ്ഥാനി മ്യൂസിക് അത് നിങ്ങൾ എങ്ങനെ ഒഴിവാക്കും? ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇല്ലാതെ ഇന്ത്യ ഉണ്ടോ? ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ആസ്വദിക്കുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്കൂൾ പാഠപുസ്തകത്തിന് അടിസ്ഥാന രേഖയാവുന്നത് NCERT ഇറക്കുന്ന പുസ്തകങ്ങളാണ്. അത് വെച്ചിട്ടാണ് എല്ലാവരും പുസ്തകങ്ങൾ ഇറക്കേണ്ടത്. അത് സ്റ്റേറ്റ് സിലബസ് ആയാലും സെൻട്രൽ സിലബസ് ആയാലും അത് വരുന്ന അതാണ്. ഇപ്പോൾ NCERT ഒരു പുതിയ രീതി സ്വീകരിച്ചിരിക്കുന്നു. NCERT വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ളതാണ്, സത്യം പഠിപ്പിക്കാനുള്ളതാണ്, ചരിത്രമായാലും സാമൂഹ്യ ശാസ്ത്രമായാലും. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായി NCERT-യിൽ വലിയ തോതിൽ ഇടപെടലുകൾ നടക്കും. പ്രധാനമായും ചരിത്രത്തിലാണ്. അത് NCERT മാത്രമല്ല, മൊത്തത്തിൽ ചരിത്രത്തെ തിരുത്താനുള്ള ഒരു ശ്രമമുണ്ട്. NS മാധവന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, തിരുത്ത്. ആ കഥ ബാബറി മസ്ജിദ് വീഴുന്ന സമയത്ത് ബാബറി മസ്ജിദ് വീണു എന്നെഴുതാത്ത ഒരു പത്രാധിപരുടെ അയാള് വിവാദ മന്ദിരം തകർത്തു എന്നൊക്കെ എഴുതുന്നതിന് പകരം ബാബറി മസ്ജിദ് തകർത്തു എന്ന് തന്നെ എഴുതിയിരുന്നു. അതാണ് തിരുത്ത് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ സത്യമാക്കി തിരുത്തുക എന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ചരിത്രത്തെ അസത്യമാക്കി തിരുത്തുക, ചില ചരിത്ര ഭാഗങ്ങൾ തന്നെ ഇല്ലാതാക്കുക. ചരിത്രത്തിൽ അങ്ങനെ വരാൻ പാടില്ല. ചരിത്രത്തിൽ തെറ്റ് തിരുത്താൻ നമുക്ക് പറ്റില്ല. ഒരു ചരിത്രത്തിൽ ഒരു കാര്യം സംഭവിച്ചാൽ അത് സംഭവിച്ചു എന്ന് പറയാം, അതിന് തുടർന്നുള്ള സംഭവങ്ങൾ എന്താന്ന് പറയാം. അതാണ് യഥാർത്ഥ ചരിത്രം. ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ, ചരിത്ര സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ വലിയ ഭാഗം ഒഴിവാക്കുക. മുഗൾ, ദില്ലി അതുപോലെയുള്ള ഭരണകർത്താക്കൾ അവരുടെ ഭാഗം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഗുപ്തകാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു കാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇംഗ്ലീഷുകാരുടെ കാലത്തേക്ക് വരും. അതിനിടയിൽ 500-1000 വർഷത്തെ ചരിത്രം ഇന്ത്യക്ക് നഷ്ടമാകും. ചുരുങ്ങിയത് 500 വർഷത്തേക്ക്. മുഗൾ രാജവംശത്തിന്റെ, മുസ്ലിം രാജാക്കന്മാരുടെ അതൊക്കെ അതില്ല, അത് കാണാനില്ല. അങ്ങനെ ഒരു ചരിത്രം. അപ്പൊ അങ്ങനെ ഒരു രാജ്യമുണ്ടോ ഒരു 500 കൊല്ലം ഇരുണ്ട കാലത്ത് ജീവിക്കുന്നത്? ഇരുണ്ട കാലമാണെങ്കിൽ ഇരുണ്ട കാലത്തിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ. അല്ലെങ്കിൽ അതിന് മുമ്പ് ചരിത്രമില്ല എന്ന് പറയണം, അന്ന് മുതൽ തുടങ്ങണമെന്ന് പറയണം. ഇതല്ല, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. മുഗൾ ഭരണം ഇന്ത്യയിൽ നടന്നിട്ടില്ല, നടന്ന മാതിരി ഇല്ല, ചരിത്രം പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ രാഷ്ട്രീയമൊക്കെ ഇവര് പറഞ്ഞു വേണമെങ്കിൽ ഇസ്ലാമോഫോബിയോ ഇസ്ലാം വിരുദ്ധതയോ ഒക്കെ പറയാമെങ്കിലും ചരിത്രത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചരിത്രത്തിന് നിരവധി നിലനിൽക്കുന്ന ഉദാഹരണങ്ങളില്ലേ, ജീവിക്കുന്ന ഉദാഹരണങ്ങളില്ലേ. ഇപ്പൊ ഷാജഹാനെ പറ്റി പറയാൻ നിങ്ങൾക്ക് താജ്മഹലിനെ പറ്റി എങ്ങനെ പറയാൻ പറ്റും? താജ്മഹൽ ആരുണ്ടാക്കിയത്? രാമൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയതാണ്? അല്ലല്ലോ. താജ്മഹൽ ഉണ്ടാക്കിയത്, ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചരിത്രം എഴുതാൻ പറ്റും? അത് ഉണ്ടാക്കിയത് വേറൊരാളാന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും? പറ്റില്ല. കുത്തബ് മീനാർ ആയാലും അല്ലെങ്കിൽ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുഗൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റു കാലഘട്ടങ്ങളിൽ ഇവർ ഈ മറച്ച കാലഘട്ടത്തിൽ ഉണ്ടായ കെട്ടിടങ്ങൾ പോലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ വന്നു? ഒരു കുട്ടി ചോദിക്കുകയാണ് താജ്മഹൽ എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അധ്യാപകന് ഈ പാഠപുസ്തകം വെച്ച് മറുപടി പറയാൻ പറ്റില്ല. കാരണം ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അങ്ങനെ ഒരു സംഗതി കിട്ടും. കുത്തബ് മീനാർ ആരുണ്ടാക്കി? അതിന് മറുപടിയില്ല. ഫത്തേപൂർ സിക്രി ആരുണ്ടാക്കി? അതിന് മറുപടിയില്ല. അങ്ങനെ ഒരു മറുപടി ഇല്ലാത്ത ഒരു ബ്ലാക്ക് ആൻഡ് ആയ ചരിത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. രാഷ്ട്രീയമായി അത് അവർക്ക് ശരിയാവാം, കാരണം പക്ഷെ എങ്ങനെ കുട്ടികളത് പഠിക്കുക? പിന്നെ ഇപ്പൊ എൻ്റെ ഒരു സംശയം, എങ്ങനെയായിരിക്കും ഈ അധ്യാപകർ ഇത് ഹാൻഡിൽ ചെയ്യുക? മുഗൾ കാലഘട്ടം ഇല്ലാത്തൊരു ചരിത്രം. അപ്പൊ മാത്രമല്ല, അപ്പൊ നമുക്ക് മുഗൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിർമ്മിതികൾ മാത്രമല്ല, ഹിന്ദുസ്ഥാനി സംഗീതം, ഉറുദു ഭാഷ ഇന്ത്യയിലെ ഒരു പ്രധാന ഭാഷയാണ്. ഉറുദു ഭാഷ ആരുണ്ടാക്കി? എങ്ങനെയുണ്ടായി ഉറുദു ഭാഷ? പേർഷ്യൻ ഭാഷ ഇവിടെ വരികയും അതുമായി ബന്ധപ്പെടുകയും നിരവധി സംസ്കൃതവും ഹിന്ദിയും എല്ലാം ചേർന്നുണ്ടായതാണ് ഉറുദു. ഹിന്ദി ഭാഷയുടെ ഒരു വലിയ ഭാഗം ഉറുദുവാണ്. ഈ TV രാമായണത്തിൽ ഒരുപക്ഷെ ഉറുദു ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംസ്കൃത ഹിന്ദി പറയാൻ ശ്രമിക്കുമെങ്കിലും സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന സംസ്കൃത ഹിന്ദിയല്ല. ഹിന്ദുസ്ഥാനി മ്യൂസിക് അത് നിങ്ങൾ എങ്ങനെ ഒഴിവാക്കും? ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇല്ലാതെ ഇന്ത്യ ഉണ്ടോ? ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ആസ്വദിക്കുന്നതാണ്. നമ്മൾ പുറത്തു പോയിട്ട് ആ കവിത, എത്രയോ വലിയ കവിതകൾ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ശാസ്ത്ര പാഠപുസ്തകം, ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റ് രേഖകൾ, ഇതൊക്കെ ഇങ്ങനെ പോണേ? ഇതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇതൊക്കെ മാസ്ക് ചെയ്തുകൊണ്ട്, അങ്ങനെ ഒരു സംഗതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തെ വളരെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കലാണ്. അങ്ങനെ ഒരു രാജ്യത്തും അവതരിപ്പിക്കാൻ പാടില്ല. ഫാസിസ്റ്റ് കാലഘട്ടങ്ങളിൽ മാത്രം, ഒരുപക്ഷെ ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ജനാധിപത്യ യുഗത്തിൽ ചരിത്രം അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഇവിടെ ആയിരക്കണക്കിന് ചരിത്ര പുസ്തകങ്ങളില്ല. ഈ ചരിത്ര പുസ്തകം കുട്ടികൾ വായിക്കില്ല എന്നാണ്. ഈ ചരിത്ര പുസ്തകമൊക്കെ വേറെ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് വളരെ തെറ്റായ ജനാധിപത്യ വിരുദ്ധമായൊരു നീക്കമാണ്. ചരിത്രത്തെ ഇങ്ങനെ വികൃതമാക്കൽ, ചരിത്രത്തെ മറച്ചുപിടിക്കൽ, സത്യത്തെ മറച്ചുപിടിക്കൽ, അതിനെതിരായി കൃത്യമായ ജനാധിപത്യപരമായ പോരാട്ടം ഉണ്ടാകണം. ഇപ്പൊ കേരളം ആ ചരിത്രം കൂടി ചേർത്ത് പഠിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അവസാനം എന്ത് രൂപത്തിലാവും എന്നറിയില്ല. അപ്പോൾ അതുപോലെ NCERT സത്യസന്ധമായ ചരിത്രമായിരിക്കണം പഠിപ്പിക്കുന്നത്. അതിൽ
ശരിയേത് തെറ്റേത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം വ്യക്തിപരമാണ് ഓരോരുത്തർക്കും. ചരിത്രത്തിൽ ഓരോ സംഭവങ്ങൾ, ഇപ്പൊ അക്ബറുടെയോ ബാബറിന്റെയോ ഇവൻ ഔറംഗസീബിന്റെയോ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മറ്റു തരത്തിലുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഔറംഗസീബിന്റെ സ്മാരകം തകർക്കണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ മഹാരാഷ്ട്രയിൽ വലിയൊരു പ്രശ്നമായിട്ട് മുമ്പോട്ട് വന്നു. അത് തകർക്കാൻ പറ്റില്ല, കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ്. അതുപോലെ താജ്മഹൽ നാളെ തകർക്കുമോ എനിക്കറിയില്ല. കുറെ ആളുകൾ പോയി താജ്മഹൽ അങ്ങ് തകർത്ത് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്യുന്നത് വ്യക്തം ശരിയാണോ? അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ അപകടകരമായ ഒരു നീക്കമാണ്. ഇതിനെതിരെ പ്രത്യേകിച്ചും വരുന്ന തലമുറയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നീക്കമാണ്. ഇതിനെതിരെ അതിശക്തമായ ജനകീയ ജനാധിപത്യ പോരാട്ടം ഉണ്ടാവും. രാഷ്ട്രീയ കക്ഷികൾ ഉണരണം. ഈവൻ ഭരണകക്ഷിയിൽ തന്നെയുള്ള ആളുകൾക്ക് ഇത് മുഴുവൻ യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ തന്നെ ചരിത്ര അധ്യാപകരുണ്ടാവും. ചരിത്രം എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ? 1100 കഴിഞ്ഞാൽ പിന്നെ 1700 ചരിത്രമുള്ളൂ എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ചരിത്രം ആരെ പഠിപ്പിക്കുക? അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റായൊരു നീക്കമാണ്. NCERT ഇപ്പൊ പറയുന്നത് 2ാം ഭാഗം ഇറക്കുന്നുണ്ടെന്ന പുസ്തകത്തിന്റെ. 2ാം ഭാഗത്തിൽ അത് ഉണ്ടാവേണ്ട കാര്യം എന്താ? ചരിത്രം ഒരു തുടർച്ചയായ സംഗതിയല്ലേ. 1100 പറഞ്ഞിട്ട് പിന്നെ മറ്റേ ബുക്കിൽ നോക്കൂ 1200 നോക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കപട രീതിയിലുള്ള ഒരു തരം ദേശഭക്തി, അത്തരത്തിലുള്ള ഒരു ഗോഗ്വ വിളിയും കൊണ്ടൊന്നും ചരിത്രത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. ഇത് ജനാധിപത്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് സർക്കാരുകൾ പ്രവർത്തിക്കുക. കുറെ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം കുറെ കാര്യങ്ങൾ പുതിയ കാല ചരിത്രത്തിൽ കൂട്ടിച്ചേർക്കും. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കുംഭമേളയുടെ വിവരങ്ങൾ എന്താ അതിന്റെ അർത്ഥം? ചരിത്രത്തിൽ ഓക്കെ കുംഭമേള നടന്നിട്ടുണ്ട്. കുംഭമേള മോഡിയുടെ കാലത്ത് ആദ്യം നടന്ന കുംഭമേള, ഇതിനു മുമ്പ് കുംഭമേള നടന്നിട്ടുണ്ട്. പിന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി ബെഠാവോ അതെന്തൊരു സംഗതിയാ? അത് ഇതിനു മുമ്പ് എന്തെല്ലാം പ്രോഗ്രാം നടന്നിട്ടുണ്ട്. ഗരീബി ഹഠാവോ നടന്നിട്ടുണ്ട്. അങ്ങനെ പല 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 മൂവ്മെന്റും ഗവൺമെന്റുകളുടെ തന്നെ മുദ്രാവാക്യങ്ങളായിട്ട് വന്നിട്ടില്ലേ? അതൊക്കെ ഇല്ലാതെ ബേട്ടി ബെഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതൊന്നും ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല. കാരണം സർക്കാരിന്റെ രാഷ്ട്രീയം എപ്പോഴും ഈ പാഠപുസ്തകത്തിന് പുറത്തായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചരിത്ര പാഠപുസ്തകത്തിന് പുറത്തായിരിക്കണം സർക്കാരിന്റെ രാഷ്ട്രീയം. ചരിത്രം കുട്ടികൾ ചരിത്രമായിട്ട് പഠിക്കട്ടെ. അവരുടെ മുമ്പിൽ രണ്ടും വയ്ക്കുക, എന്നിട്ട് അവർ വിലയിരുത്തട്ടെ.